ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിംസിനായിട്ടുള്ള കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി ചാനലിംഗ് ആണ്. ഇന്ന് ന്യൂ മൂൺ ആണ്. അപ്പോൾ ഈ ഒരു ന്യൂ മൂണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷത്തെ, അതായത് 2026 ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ന്യൂ മൂൺസിലൊന്നാണ് ഇന്നത്തേത്. അപ്പോൾ കളക്റ്റീവായിട്ട് ഫെമിനൈൻ എനർജി അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോൾ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ്, പ്രത്യേകിച്ച് പറഞ്ഞാൽ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഹെഡ് ഏക്സ്, ലോവർ ബാക്ക് പെയിന്, വോംബ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലൂടെ കടന്നു പോകുകയാണ് കളക്റ്റീവായിട്ടുള്ള ഫെമിനൈൻ എനർജീസ്. ഇതേപോലെ തന്നെ ഫെമിനൈൻ എനർജീസിൻ്റെ ഹാർട്ട് ചക്രയിൽ ഒരു പെയിൻ, ഒരു പുള്ളിങ് സെൻസേഷനൊക്കെയും ഫീൽ ആവാം. അതേപോലെ തന്നെ ഫെമിനൈൻ എനർജീൻ്റെ സേക്രൽ ചക്ര ആൻഡ് സോളാർ പ്ലെക്സസ് ചക്ര ഡിവൈനായിട്ട് ക്ലെൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ മേ ബി പഴയ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ആ സിറ്റുവേഷൻസ് ആവാം, ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാവാം, പേഴ്സൺസ് ആവാം, പെട്ടെന്ന് ലൈഫിലേക്ക് റിട്ടേൺ, അതായത് തിരിച്ചു വന്ന പോലെ തോന്നാം. അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിൽ അവർ ലൈഫിലേക്ക് ഒന്ന് തിരിച്ചു വന്ന, അതായത് ഒരു കോളായിരിക്കാം, മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പേഴ്സൺ ത്രൂ ഫെമിനൈൻ എനർജിയുടെ ഇൻഫർമേഷൻ തിരക്കി എന്നുള്ള ഒരു ഇൻഫർമേഷൻ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ കാർമിക് കോൺട്രാക്ട്സ് പിന്നെയും റീസർഫേസ് ആവാം. അതിൻ്റെ മീനിങ് ആ ഒരു കർമ്മയിൽ എനർജറ്റിക്കലി അറിഞ്ഞോ അറിയാതെയോ സബ് കോൺഷ്യസ്ലി ഈ ഫെമിനൈൻ എനർജീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അവിടെ എഗെയിൻ ഫോർഗീവ്നെസ് കൊടുത്ത് അവിടെ കോഡ് കട്ടിങ് പോലത്തെ പ്രാക്ടീസുകൾ ഇന്ന് ഈ ഒരു ന്യൂ മൂണിൽ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സോളാർ പ്ലെക്സസ് ചക്രയിൽ യൂണിവേഴ്സായിട്ട് ഒരു ക്ലെൻസിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സെൽഫ് എർത്ത് ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള കംഫോർട്ട് സോൺ വിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ, അവിടേക്ക് വരാനുള്ള ഒരു ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ അത് പിന്നെയും യൂണിവേഴ്സായിട്ട് മുമ്പിലേക്ക് കൊണ്ടെത്തിച്ച് തന്ന് അവിടെ ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവറിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. സോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ ഗോ ത്രൂ ആവുന്ന ഫെമിനൈൻ എനർജീസ് ഉണ്ടെങ്കിൽ അവർ ആ ഒരു സിറ്റുവേഷനെ സറണ്ടർ ചെയ്തിട്ട് ട്രസ്റ്റ് യുവർ സെൽഫ് എന്നുള്ള ഒരു ചാനലിംഗ് ആണ് ഇവർക്ക് വേണ്ടി എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇന്നർ പവറിനെ ട്രസ്റ്റ് ചെയ്യുക, ആ ഒരു അൺനോൺ ആയിട്ടുള്ള ഫ്യൂച്ചറിനെ ട്രസ്റ്റ് ചെയ്യുക, മുമ്പോട്ട് നീങ്ങുക എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഹാർട്ട് ചക്രയിൽ പൾപ്പിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു സെൻസേഷൻ, അത് കളക്റ്റീവായിട്ട് നോക്കുമ്പോൾ അത് അവരുടെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജിയാണ്. അപ്പോൾ അങ്ങനെ ഹാർട്ട് ചക്രയിൽ പെയിൻ വരുമ്പോൾ അല്ലെങ്കിൽ പൾപ്പിറ്റേഷൻ പെട്ടെന്ന്, ഇതെല്ലാം കൗണ്ടർ പാർട്ടിൻ്റേതാവണമെന്നില്ല, ഈ ഒരു ടൈം ലൈനിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു പെയിൻ ഫീൽ ആവുകയാണെങ്കിൽ ആ ഒരു സമയം യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു പെയിനിനെ, ആ ഒരു എനർജീനെ ക്ലെൻസ് ചെയ്യാനായിട്ട് നമ്മളുടെ സ്പിരിച്വൽ ടീമിനോട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇനിയൊരു കാറ്റഗറി ഫെമിനൈൻ എനർജീസിൽ ഹാർട്ട് ചക്രയിൽ പെയിൻ, പെർട്ടിക്കുലർലി റൈറ്റ് സൈഡിലെ പെയിന്, അതേപോലെ തന്നെ അവരുടെ കൗണ്ടർ പാർട്ട് അവർക്ക് കൊടുത്ത ട്രിഗേഴ്സ്, അത് ഇൻ പെർട്ടിക്കുലറായിട്ട് എനിക്ക് ഡൗൺലോഡ്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ലൈക്ക് അബാൻമെൻറ്റ് ഇഷ്യൂസ്, ട്രസ്റ്റ് ഇഷ്യൂസ്, അല്ലെങ്കിൽ DM ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയെങ്കിലും ആ ഒരു ബ്ലോക്ക് കിടപ്പുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ടു ദ ഇന്നർ ചൈൽഡ് ഇഷ്യൂസാണ്. അപ്പോൾ ഇങ്ങനെ പെർട്ടിക്കുലർലി റൈറ്റ് സൈഡ്, ബോഡീൻ്റെ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ഹാർട്ട് ചക്രയിൽ റൈറ്റ് സൈഡ് പെയിൻ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇൻ പെർട്ടിക്കുലറായിട്ട് ഈ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളിൽ കിടക്കുന്ന വൂൺസ് സർഫേസിൽ വരുന്നതാണ്. സോ ഇതിനായിട്ട് മെഡിറ്റേഷനിലിരിക്കുക ആൻഡ് ആ സൈലൻറ്റ് മെഡിറ്റേഷനിലിരുന്ന് എന്താണ് ആ പെയിൻ, അതായത് ആ ബോഡിയിലുള്ള പെയിനിലേക്ക് ഡീപ്പായിട്ട് ആ ലേസിലേക്ക് ഇറങ്ങിച്ചെന്ന് എക്സാക്ട്ലി അവിടുന്ന് നമ്മുടെ ഇൻഡ്യൂഷൻ ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഇമോഷണൽ ബാഗേജിനെ റിലീസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു കളക്റ്റീവായിട്ടുള്ള ഫെമിനൈൻ എനർജീസിൽ അവർ സോൾ പർപ്പസിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ ഈ സോൾ പർപ്പസിൽ വളരെയധികം ഓവർ ഗിവിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് പിന്നെയും പിക്ക് ആവുന്നത്. അതായത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആ ചെയ്യുന്ന സോൾ പർപ്പസിലേക്ക്
അധികമായിട്ട് എനർജി ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ഈ ഫെമിനൈൻ എനർജി സോൾ പർപ്പസിനെയും ചേസ് ചെയ്യുന്ന ഒരു എനർജിയാണ് പിക്ക് ചെയ്യുന്നത്. അപ്പം ഒരു ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് ഓരോ കാര്യത്തെയും എനർജീനെ ഗ്രൗണ്ട് ചെയ്തുകൊണ്ട് മാഗ്നറ്റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കളക്റ്റീവ് എനർജിയിൽ ആരെങ്കിലും സോൾ പർപ്പസിനെ ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്യുക, കാര്യങ്ങളെ ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തിട്ട് എനിക്ക് ആക്ച്വലി എന്താണ് വേണ്ടത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ എനർജറ്റിക് ഫീൽഡിൽ കറക്റ്റായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണോ, കറക്റ്റായിട്ടുള്ള ഒരു പാത്തിലേക്കാണോ ഞാൻ എൻറൂട്ട് ചെയ്യുന്നതെന്ന് ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക. അടുത്തായിട്ട് ഇന്നത്തെ ഒരു ന്യൂ മൂൺ എന്ന് പറയുന്നത് ആദ്യമേ പറഞ്ഞിരുന്നു ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ന്യൂ മൂൺസിൽ ഒന്നാണ്. അപ്പോൾ ഇന്ന് ആൻസിസ്ട്രൽ ഹീലിംഗ് ചെയ്യുകയാണെങ്കിൽ, അതായത് ആൻസിസ്ട്രൽ ഹീലിംഗ് ചെയ്യാൻ പറ്റാത്തവർ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇന്ന് ആ റിലേറ്റഡ് ആയിട്ടുള്ള ഹീലിംഗ് ടെക്നിക്സ് ചെയ്യാവുന്നതാണ്. അത് മെഡിറ്റേഷൻസ് ആവാം, നമ്മളുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പറയുന്ന പലതരത്തിലുള്ള കാര്യങ്ങളാവാം. നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഏതാണോ ആൻസിസ്ട്രൽ ഹീലിങ്ങിന്, അതായത് ഇൻഡ്യൂഷൻ എന്താണോ ഗൈഡ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു സമയം, ഇന്നത്തെ ഒരു ദിവസവും ഇന്നും നാളെയും പെർട്ടിക്കുലറായിട്ടും മാനിഫെസ്റ്റേഷൻ്റെ ഒരു പീക്കിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സമയമാണ്. അതിൻ്റെ ട്വിൻ ഫ്ലെയിംസ് ഓൾറെഡി മാസ്റ്റർ മാനിഫെസ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വർഷം ഏതെങ്കിലും തരത്തിലുള്ള 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് ഡിവൈൻലി ഗൈഡഡ് ജേർണിയിലാണ് നമ്മൾ, എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വിഷ് അങ്ങനെ കിടപ്പുണ്ടെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അത് ഇന്നും നാളെയും മെഡിറ്റേഷനിൽ ജസ്റ്റ് യൂണിവേഴ്സിനോട് പ്രസൻറ്റ് ടെൻസിൽ ഈ കാര്യങ്ങളെ തന്നതിൽ, ഇത്രയും ബ്ലെസ്സിങ്സ് തന്നതിൽ താങ്ക് യു എന്ന് പറയുക. മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുമ്പം 3D റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രമല്ല, നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജ് കുറേ മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു, പക്ഷേ അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെയും ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ആ കാര്യങ്ങളെ, ആ ഒരു ബ്ലോക്കിനെ നിങ്ങളുടെ എനർജറ്റിക് ഫീൽഡിൽ നിന്നും ക്ലെൻസ് ചെയ്ത് തരാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ടീമിനോട് ഇന്നും നാളെയും ഇൻ പെർട്ടിക്കുലറായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു ക്ലെൻസിങ് നമ്മളുടെ ബോഡിയിൽ, നമ്മളുടെ ഇമോഷണൽ ഫീൽഡിൽ, മെൻ്റൽ ഫീൽഡിൽ, അതായത് മൈൻഡ് സെറ്റിൽ, എനർജറ്റിക് ഫീൽഡിൽ ഒക്കെയും ആ ഒരു ക്ലെൻസിങ് നമ്മൾക്ക് ഫീൽ ആവാവുന്നതാണ്. അടുത്തതായിട്ട് ഈ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത് അബൻഡൻസിലേക്ക്, പെർട്ടിക്കുലർലി ഫെമിനൈൻ എനർജി അബൻഡൻസിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ആൻഡ് വളരെയധികം ലൈറ്റ് കോഡ്സ് എഗെയിൻ യൂണിവേഴ്സിൽ നിന്നും ഡൗൺലോഡ് ആവുന്ന ഒരു സമയവും. അപ്പോൾ ഈ അബൻഡൻസ് ആൻഡ് ലൈറ്റ് കോഡ്സിലേക്ക് എത്തുന്ന ഫെമിനൈൻ എനർജീസിന് കൂടുതലായിട്ടും 808 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ, 1112 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ, 333 ഏഞ്ചൽ നമ്പർ, 555 ഏഞ്ചൽ നമ്പർ കാണുന്നതാണ്. അപ്പോൾ ആൻഡ് ഇതിൻ്റെ കൂടെ 696ഉം ഉണ്ട്. അപ്പോൾ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ട്. സ്റ്റിൽ ഹാർട്ട് ചക്രയിൽ പൾപിറ്റേഷനൊക്കെ ഫീൽ ആവുന്നുണ്ട്. ഒത്തിരി ഉറങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവിടെ ഒരു റെസ്റ്റ് സോണാണ് വേണ്ടത്. സോ ദാറ്റ് യൂണിവേഴ്സൽ എനർജീസിന്, അത്രയും ഹെവി ആയിട്ടുള്ള ലൈറ്റ് കോഡ്സിനെ നമ്മളുടെ എനർജറ്റിക് സെൻറ്റേഴ്സിലേക്ക് ഡൗൺലോഡ് ചെയ്ത് തരാനായിട്ട്, സോ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് കളക്റ്റീവായിട്ട് മസ്കുലൈൻ എനർജീസിൻ്റെ ഒരു എനർജി, കറണ്ട് എനർജി കളക്റ്റീവായിട്ട് മനസ്സിലാക്കാം. മസ്കുലൈൻ എനർജീസ് അവരുടെ ഹാർട്ട് ചക്രയിൽ ക്ലെൻസിങ് നടക്കുന്ന ഒരു സമയമാണ് കളക്റ്റീവായിട്ട്. അതിപ്പം ജേർണിയിൽ വന്നിട്ട് 1 മാസമാവാം, ജേർണിയിൽ വന്നിട്ട് 5 വർഷമാവാം. കളക്റ്റീവായിട്ട് യൂണിവേഴ്സ് ഇവിടെ ഹാർട്ട് ചക്ര ക്ലെൻസിങ് നടത്തുന്നത് കൊണ്ടാണ് ഹീലിങ്ങിൽ കുറേയധികം വർക്ക് ചെയ്തിരിക്കുന്ന ഫെമിനൈൻ എനർജീസിന് ഹാർട്ട് ചക്രയിൽ പെട്ടെന്ന് പൾപിറ്റേഷൻ ഫീൽ ആവുന്നത്. അപ്പോൾ കളക്റ്റീവിൽ ഹാർട്ട് ചക്ര ക്ലെൻസിങ് നടക്കുന്ന ഒരു സമയം DMസിന്, അതേപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസിന് യൂണിവേഴ്സായിട്ട് പല ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു സമയം. എഗെയിൻ ഇവിടെ മസ്കുലൈൻ എനർജീസിന് ഈ ഓപ്പർച്യൂണിറ്റീസിലൂടെ ഒരു ഡിവൈൻ ടെസ്റ്റുമാണ് നടക്കുന്നത്. അതായത് എത്രത്തോളം അവരുടെ ഈഗോനെ അവർ ഷാറ്റർ ചെയ്തു എന്നുള്ള ഒരു ടെസ്റ്റും കൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ മേ ബി
പെട്ടെന്നൊരു കോണ്ടാക്റ്റിൽ DMs വന്നിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഹാപ്പിനെസ്സോടെ സംസാരിക്കാം. മേ ബി ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടും സംസാരിക്കാം. ഏതാണെങ്കിലും എങ്ങനെ ഒരു കോണ്ടാക്റ്റ് വന്നാലും എങ്ങനെ ഒരു കൺവെർസേഷൻ നടന്നാലും അവിടേക്ക് ഇമോഷണലി അധികം ഫെമിനൈൻ എനർജീസ് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് സെൽഫ് ലവിലിരിക്കാനായിട്ട് ശ്രമിക്കുക. DMസിൻ്റെ അവരുടെ ഒരു 3D ലൈഫിൽ വളരെയധികം ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങൾ യൂണിവേഴ്സായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. അതായത് ഇത്ര നാളും അവർ 5Dയിൽ റിസീവ് ചെയ്തുകൊണ്ടിരുന്ന DF പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് ചെയ്യുന്ന DFൻ്റെ DMs അവരുടെ DF വർഷങ്ങളോളം വർക്ക് ചെയ്ത ആ ഒരു ഹീലിങ്ങിൻ്റെ എനർജി അത് 3Dയിലേക്ക് ഗ്രൗണ്ട് ചെയ്യാനുള്ള ഒരു സമയത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈം ആൻഡ് സ്പേസിലാണ് ഈ ഒരു DMs, അതായത് കളക്റ്റീവായിട്ട് നന്നായിട്ട് ബാലൻസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്ന ഫെമിനൈൻ എനർജീസിൻ്റെ DMs നിൽക്കുന്നത്. സോ അവർക്ക് ആ ഒരു കളക്റ്റീവിൽ മസ്കുലൈൻ എനർജീസിന് ആക്ച്വലി ഈ ജേർണീനെ കുറിച്ച് അറിയാം. എന്ന് വെച്ചാൽ 3Dയിൽ ഈ ജേർണീനെ കുറിച്ച് അറിയാം, പക്ഷേ ഇത് ട്വിൻ ഫ്ലെയിം ജേർണിയാണ്, അങ്ങനെയല്ല, അങ്ങനെ ആവണമെന്നുമില്ല, അങ്ങനെയും ആവാം. അപ്പോൾ ആ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ പോലും ആ ഒരു സറണ്ടർ സ്റ്റേജിലേക്ക് അവർ വരുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെയും സൈക്കിൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതായത് ആ പഠിക്കാത്ത ലെസൺസിനെ യൂണിവേഴ്സ് പിന്നെ അവിടെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു DMസിൻ്റെ എനർജറ്റിക് ഫീൽഡിൽ വരുന്ന ഹെവി ട്രാൻസ്ഫോർമേഷൻ്റെ ഇമ്പാക്റ്റ് നന്നായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള DFസിലും മേ ബി ഒരു പെട്ടെന്നൊരു പേർജിങ് ആയിട്ട് വരാം, മേ ബി ഒരു ഡിപ്രഷൻ പോലെ, അതായത് ഹെൽപ്ലെസ്നെസ് ഫീൽ ആവാം, പെട്ടെന്നൊരു അബാൻമെൻറ്റ് ഇഷ്യൂസൊക്കെയും നൊവേ റിലേറ്റഡ് അത് സർഫേസിൽ വരികയാണെങ്കിൽ മനസ്സിലാക്കുക അത് നിങ്ങളുടെ കൗണ്ടർ പാർട്ടിൻ്റെ സൈഡിൽ നിന്നുമുള്ള ഫീലിങ്സ് നിങ്ങളിലേക്ക് ആ ഒരു ഷെയർഡ് എനർജറ്റിക് ഫീൽഡ് ത്രൂ വന്നതാണെന്ന്. സോ അതിനെ മെഡിറ്റേഷനിൽ ഇരുന്നു കൊണ്ട് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് DFന് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയുമാണ് കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ്. ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ മൺഡേ മുതൽ, അതായത് നാളെ മുതൽ വോംബ് ഹീലിങ്ങിൻ്റെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 3 ദിവസത്തേക്ക്. അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്ക്, ലാമ ഫേര ഹീലിങ്സിന്, മണി റേക്കി ഹീലിങ്സിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ജാനുവരി ലാസ്റ്റ് വീക്കിൽ മാസ്റ്റർ ലെവൽ റേക്കിയുടെ മാസ്റ്റർ ലെവൽ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതിൽ ജോയിൻ ആവണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.